എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് സ്പെയിനിന്റെ കൊളോണിയൻ നഗരമായ സ്യൂട്ടയിലോട്ട് ഏകദേശം 50,000-ഓളം മൊറോക്കോയിൽ നിന്നുള്ള അഭയാർത്ഥികൾ അവിടെ എത്തിയത്. അതായത് കടൽമാർഗവും ചെറിയ ബോട്ടുകളുമായിട്ടാണ് ഏകദേശം 50,000-ഓളം മൊറോക്കൻ അഭയാർത്ഥികൾ അവിടെ വന്നത്. അതിനുശേഷം സ്പെയിനിൽ മാത്രമല്ല യൂറോപ്പിൽ മൊത്തത്തിൽ തന്നെ കലുഷിതമായ ഒരു അന്തരീക്ഷം ഉടലെടുത്തിരിക്കുകയാണ്. അതായത് സ്പെയിനിൻ്റെ അയൽരാജ്യങ്ങളായ ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലിയൊക്കെ കടുത്ത നിലപാടാണ് ഇപ്പോൾ സ്പെയിനോട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്പെയിനിൻ്റെ സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്ന മാഡ്രിഡിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു. സുപ്രീം കോടതി എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടൽമാർഗം ഇവർ വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഉടൻ തിരിച്ചയക്കാൻ കഴിയില്ല എന്നാണ്. പക്ഷേ നേരെ മറിച്ച് കരമാർഗമാണ് അവർ വന്നതെങ്കിൽ അവരെ തിരിച്ചയക്കാമെന്നാണ് സ്പാനിഷ് സുപ്രീം കോടതി പറഞ്ഞത്. അപ്പോൾ ഇതിനെ ചൊല്ലി സ്പെയിനിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ്, അതായത് സ്പെയിനിൽ ജനിച്ചു വളർന്ന ആൾക്കാരാണ് ഇവിടെ തെരുവിലിറങ്ങിയിരിക്കുന്നത്. അത് ഉടൻ തന്നെ ഒരു നിമിഷം വൈകിപ്പിക്കാതെ ഈ നുഴഞ്ഞു കയറി വന്ന അഭയാർത്ഥികളായ മുസ്ലിം മൊറോക്കൻ ആൾക്കാരെ ഉടൻ തന്നെ അതിർത്തി കടത്തി വിടണം എന്നാണ് അവരുടെ ആവശ്യം. അപ്പോൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ വാർത്ത വന്നിരുന്നു, ഈ അഭയാർത്ഥികളായ വന്ന ആൾക്കാർ മിക്ക ആൾക്കാരും ഏകദേശം 35-40 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരൊക്കെ അവർ പല സ്ഥലങ്ങളും, അതായത് വീടുകളും ഫ്ലാറ്റുകളിലൊക്കെ ഇരച്ചു കയറി അവിടെ കൊള്ളയെടുക്കുന്നു, ബലാത്സംഗം ചെയ്യുന്നു, പോലീസിനെ ആക്രമിക്കുന്നു. അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചു വിട്ടിരിക്കുകയാണ് ഈ കയറി വന്ന ആൾക്കാർ. അപ്പോൾ ഇതുകൊണ്ട് പൂർത്തി മുട്ടിയിരിക്കുകയാണ്. ഈ 4-5 ദിവസം മാത്രമായുള്ളൂ ഈ സംഭവം നടന്നിട്ട്. ഈ ദിവസത്തിനിടയ്ക്ക് സ്പാനിഷ് ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് സ്പെയിനിൻ്റെ പല സ്ഥലങ്ങളിൽ, നഗരങ്ങളിൽ ഒത്തുകൂടിയിട്ട് ഇവരെ ഉടൻ പുറത്താക്കണമെന്ന് സർക്കാരിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സുപ്രീം കോടതി വിധി ഉള്ളത് കാരണം സ്പാനിഷ് സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ ഒരു സാഹചര്യം ഉണ്ടല്ലോ, അതായത് സ്പെയിനിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത, അത് സ്പെയിൻ സുപ്രീം കോടതി തന്നെ പറഞ്ഞു ഇവരെ തിരിച്ചയക്കാൻ പറ്റില്ല. അപ്പോൾ ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യം ഉള്ള സ്ഥിതിക്ക് സ്പെയിനിൻ്റെ അയൽരാജ്യങ്ങളായ ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനിയൊക്കെ ഉണ്ടല്ലോ വലിയ രീതിയിൽ സ്പെയിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലോണി എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് സ്പെയിനിന് ഇനി ഒരാളും ഇങ്ങോട്ട് വരണ്ട എന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഷെങ്കൻ വിസ എന്ന് പറയുന്ന പരിപാടിയുണ്ട്. അതായത് യൂറോപ്യൻ യൂണിയനിൽ പെടുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് നമുക്ക് പോകാൻ വിസയുണ്ടെങ്കിൽ വിസ എടുത്തു കഴിഞ്ഞാൽ അവിടെ യൂറോപ്യൻ യൂണിയൻ്റെ ഷെങ്കൻ്റെ അണ്ടറിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോകാം. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ, ഈ മൊറോക്കയിൽ നിന്നുള്ള മുസ്ലിംസ് വന്നിട്ട് ഇവിടെ അഭയാർത്ഥികളായിട്ട് സ്പെയിനിൽ വന്നു കഴിഞ്ഞാൽ നാളെ അവർക്ക് പൗരത്വം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവിടുത്തെ പൗരനാണ് തെളിയിക്കാനുള്ള രേഖകൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ യൂറോപ്പിൽ മൊത്തം വ്യാപിക്കും ഈ ആൾക്കാർ. അപ്പം ഇന്ന് 50,000 വന്നു കഴിഞ്ഞാൽ നാളെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ സ്പെയിനിലോട്ട് വന്നിട്ട് യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലേക്ക് അവർ ചേക്കേറും. അത് തടയാൻ വേണ്ടി തന്നെയാണ് മെലോണി പറഞ്ഞത്, ഞങ്ങൾക്ക് സ്പെയിനുമായിട്ടുള്ള ഷെങ്കൻ വിസയുടെ ആ ഒരു കരാർ നമുക്ക് പുനർചിന്തിക്കേണ്ടി വരും എന്നാണ്. അതായത് ഷെങ്കൻ്റെ, യൂറോപ്യൻ യൂണിയൻ്റെ അണ്ടറിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഈ ഷെങ്കൻ വിസ ഉണ്ടെങ്കിൽ പോകാം. പക്ഷേ അവിടെ ഒരു ക്ലോസ് ഉണ്ട്, ഏതെങ്കിലും രാജ്യം ഇന്ന രാജ്യത്ത് നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരണ്ടെന്ന് തീരുമാനിക്കാനുള്ള ഒരു അധികാരം ഈ ഷെങ്കൻ്റെ ആ ലോലുണ്ട്. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ് ഇറ്റലി. ഒരു സ്പാനിഷ് പൗരനും ഇനി ഇങ്ങോട്ട് വരണ്ട എന്ന തരത്തിലുള്ള ഒരു തീരുമാനം ഇറ്റാലിയൻ ഗവൺമെൻറ് കൈക്കൊണ്ടിരിക്കുകയാണ്. അത് വ്യക്തമായ കാരണമുണ്ട്. അതായത് ഈ മെലോണി അധികാരത്തിൽ വരുന്നതിന് മുന്നേ തന്നെ ഇറ്റലി വലിയ രീതിയിൽ ജിഹാദികൾ റോമടക്കം കയ്യേറിയിട്ട് അവരുടെ അധിനിവേശം അവിടെ വലിയ രീതിയിൽ അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ മെലോണി വന്നതിന് ശേഷമാണ് അതിനൊരു മാറ്റം വന്നത്. അതായത് അവിടെ വത്തിക്കാനിൽ പോലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവിടുന്ന് ഈ പലസ്തീനിൽ നിന്നും ഇവിടുന്ന് ഒക്കെ വന്ന ജിഹാദികളിൽ. അപ്പോൾ ഇതൊക്കെ ഈ ഒരു അനുഭവം മുന്നിലുള്ളത് കൊണ്ടാണ് മെലോണി ഇത്തരത്തിലുള്ള കടുത്ത നിലപാട് സ്വീകരിച്ചത്. ഫ്രാൻസിലോട്ട് വരികയാണെങ്കിൽ അവിടുത്തെ ഫ്രാൻസിൻ്റെ പ്രൈം മിനിസ്റ്ററായ ഇമാനുവൽ മക്രോൺ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൈന്യത്തെ വിന്യസിക്കണം, ബോർഡറിൽ വലിയ രീതിയിലുള്ള സൈനിക വിന്യാസം നടത്തിയിരിക്കുകയാണ്. അതായത് ഇവരെ ആരെങ്കിലും ഇങ്ങോട്ട് മൊറോക്കയിലെ അഭയാർത്ഥികൾ ആരെങ്കിലും സ്പെയിനിലോട്ട് ഈ ഫ്രാൻസിലോട്ട് വരുന്നുണ്ടോ എന്ന് അറിയിക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള 10,000-കണക്കിന് ഡ്രോൺ അവിടെ വിന്യസിച്ചിരിക്കുകയാണ്, സർവൈലൻസ് ഡ്രോൺ അവിടെ വിന്യസിച്ചിരിക്കുകയാണ് ഈ സ്പെയിൻ ഫ്രാൻസ് അതിർത്തിയിൽ. അപ്പോൾ എന്തായാലും ഫ്രാൻസും കടുത്ത ഒരു തീരുമാനത്തിൽ തന്നെ ആരെങ്കിലും ബോർഡർ ക്രോസ് ചെയ്ത് വരികയാണെങ്കിൽ, അതായത് ഈ സർക്കാരിൻ്റെയോ ആർമിയുടെയോ സൈന്യത്തിൻ്റെയോ അനുവാദമില്ലാതെ ഒരാൾ പോലും ബോർഡർ ലംഘിച്ച് വരികയാണെങ്കിൽ അവരെ കൊല്ലാനുള്ള ഉത്തരവിട്ടിരിക്കുകയാണ് ഇമാനുവൽ മക്രോൺ. അതായത് അങ്ങനെ ഒന്നും വേണ്ട. അപ്പോൾ നമുക്കറിയാം ഫ്രാൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു കാലത്ത് ഫ്രാൻസിൻ്റെ ആൾക്കാരനെ അഭയാർത്ഥികൾക്ക് ഇങ്ങോട്ട് സ്വാഗതം, ഇവിടെ നിങ്ങൾക്ക് സുരക്ഷിതമായ താവളമുണ്ട്, ഇവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ രീതിയിലുള്ള അഭയാർത്ഥികളെ സ്വീകരിച്ച ഒരു രാജ്യമായിരുന്നു ഫ്രാൻസ്. ഇന്ന് യൂറോപ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ അഭയാർത്ഥികളെ മുസ്ലിം തീവ്രവാദം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഈ ഫ്രാൻസ്. നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം തന്നെ വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസം ചാമ്പ്യൻസ് ലീഗ് മാച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചു വിട്ടു ഈ അവിടുത്തെ മുസ്ലിം തീവ്രവാദികളെ. അപ്പോൾ അവിടെ കാലാകാലങ്ങളായിട്ട് ഫ്രാൻസ് എന്ന് പറയുന്നത് ഒരു ഫാഷൻ ക്യാപിറ്റലാണ്, ലോകത്തിലെ തന്നെ ഒരു ഫാഷൻ ക്യാപിറ്റലാണ് ഈ പാരീസ് എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ആ പാരീസിലൊക്കെ ഈ ജിഹാദികളുടെ അഴിഞ്ഞാട്ടം തന്നെയാണ്. തൊട്ടതിനും പിടിച്ചതിനൊക്കെ അവിടുത്തെ സർക്കാരിൻ്റെ പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ അടിച്ചു തകർക്കുക, പോലീസിനെ ആക്രമിക്കുക, പോലീസിൻ്റെ വാഹനം ആക്രമിക്കുക. അവിടെ ഫ്രഞ്ച്
ഫ്രാൻസിൽ ബോൺ ആൻഡ് ബോട്ടപ്പായ ആൾക്കാരെ ബലാത്സംഗം ചെയ്യുക, അവിടെ പിള്ളേരെ ലഹരിക്ക് അടിമയാക്കി പീഡിപ്പിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഫ്രാൻസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ തിക്താനുഭവം, അതായത് ഒരു കാലത്ത് അഭയാർത്ഥികളെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ഒരു രാജ്യമായിരുന്നു ഫ്രാൻസ്. അപ്പോൾ അവർ അന്ന് ചെയ്ത് അതിൻ്റെ ആ ഒരു മണ്ടത്തരത്തിൻ്റെ തിക്താനുഭവം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും അത്തരത്തിലുള്ള പുതുതലമുറ, ഫ്രാൻസിൽ ജനിച്ചു വളർന്ന പുതുതലമുറ അത് അനുഭവിക്കരുത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇമ്മാനുവൽ മാക്രോൺ ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുന്നത്. അപ്പോൾ എന്തിനാലും ഈ ഈ ഒരു കുടിയേറ്റം മൊറോക്കയിൽ നിന്ന് കുടിയേറി ഏകദേശം 50,000-ഓളം പേര് ഒഫീഷ്യലി പറയാണ്, ശരിക്കും അൺഒഫീഷ്യലി 100,000-ന് മുകളിലുണ്ടെന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഭയപ്പെടുന്ന മാതിരി, ഇപ്പോൾ ഇറ്റലി ആയാലും ഫ്രാൻസ് ആയാലും ഭയപ്പെടുന്ന മാതിരി ഇവർ നാളെ സ്പെയിൻ നാളെ ഇവർക്ക് പൗരത്വം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ നാളെ യൂറോപ്പിൽ മൊത്തം വ്യാപിക്കും. അവരുടെ അധിനിവേശം നമുക്കറിയാം. ഇപ്പോൾ ലണ്ടനിലൊക്കെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു കാലത്ത് എന്താ പറയേണ്ടത്, അവിടെ പ്യുവർ ക്രിസ്ത്യാനിറ്റി ഇത് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന അത്തരം കൾച്ചർ മാത്രം ഉണ്ടായിരുന്ന സ്ഥലമാണ് ലണ്ടനൊക്കെ. ഇന്നവിടെ പാകിസ്ഥാനികളും പലസ്തീനികളൊക്കെ വന്നിട്ട് ലോകത്തിലെ പല ഭാഗത്തുനിന്ന് ജിഹാദികൾ അവിടെ വന്നിട്ട് വലിയ രീതിയിൽ അവിടെ സംസ്കാരത്തെ തന്നെ ഇല്ലാതാക്കി. ഇപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. കലാപം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ബ്രിട്ടൻ്റെ അവിടുത്തെ കൊടിയിലുള്ള കുരിശങ്ങ് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള കലാപം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇസ്ലാമിക പണ്ഡിതന്മാരൊക്കെ നിരന്തരം ദിനംപ്രതി ഇങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് വലിയ രീതിയിലുള്ള ആഹ്വാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇത് വെച്ചു പൊറപ്പിക്കാൻ പറ്റില്ല, അതായത് ഞങ്ങളുടെ കൂടി രാജ്യമാണ് ലണ്ടൻ എന്ന രീതിയിലാണ് അവർ അത്തരത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവർ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം തന്നെ ഈ ലണ്ടനിലെ ഒരു ഇസ്ലാമിക് സ്കോളർ പറയുന്ന ഒരു വീഡിയോ വലിയ രീതിയിൽ വേൾഡിൽ മൊത്തം ഭയങ്കര, യൂറോപ്പിലൊക്കെ വലിയ രീതിയിൽ വൈറലായിരുന്നു. അതായത് അവർ പറഞ്ഞു കൊടുക്കുകയാണ്, അതായത് ഒരു ഇസ്ലാം ഒരു ക്രിസ്ത്യൻ രാജ്യത്ത് അഭയാർത്ഥിയായിട്ട് പോകുകയാണെങ്കിലോ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന് ചെയ്യേണ്ടതെന്നുള്ളൊരു വ്യക്തമായൊരു വീഡിയോ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അവരുടെ രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരോട് പറയാം, അതായത് മുസ്ലിമായ ആൾക്കാരോട് പറയാം, ആദ്യം മതം മാറാൻ പറയാം. മതം മാറിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, അത് മതം മാറിയില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് നികുതി തരണം, ജസിയ എന്ന് പറയും, ജസിയ എന്ന് നികുതി തരണം. നികുതിയും തരുന്നില്ലെങ്കിൽ അവരെ കൊന്നുകളയാം. ഇങ്ങനെ പറയുന്നൊരു വീഡിയോ മൊത്തം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തിക്താനുഭവം, അതായത് ഈ ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രൻസിനെ, മുസ്ലിം അഭയാർത്ഥികളെ സ്വീകരിച്ചതിൻ്റെ ഏറ്റവും വലിയ തിക്താനുഭവം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇപ്പോൾ ബ്രിട്ടൻ. അതായത് കഴിഞ്ഞ ദിവസം തന്നെ ഡൊണാൾഡ് ട്രംപ് ഒരു കാര്യം ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇത് സോഷ്യൽ ട്രൂത്ത് വഴി ഡൊണാൾഡ് ട്രംപ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂറോപ്പിൽ അതായത് ഒരു ക്രിസ്ത്യൻ രാജ്യം, മുസ്ലിം രാജ്യമാകുന്ന ആദ്യത്തെ രാഷ്ട്രം ബ്രിട്ടൻ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ അഭയാർത്ഥികളായി വന്ന ആൾക്കാർ ഒരു രാജ്യം എങ്ങനെ കീഴ്പ്പെടുത്തുന്നു, അവിടുത്തെ സംസ്കാരം എങ്ങനെ കീഴ്പ്പെടുത്തുന്നു, അവിടുത്തെ യുവതി-യുവാക്കൾ എങ്ങനെ ലഹരിക്ക് അടിമയാക്കിയിട്ട് അവിടുത്തെ രാജ്യം തന്നെ തകർക്കാൻ പോകുന്നതിൽ ഏറ്റവും വലിയ തെളിവാണ് ബ്രിട്ടൻ. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഗുരുതരമായ പ്രശ്നമാണ് യൂറോപ്പ് ഇപ്പോൾ ഈ മൈഗ്രൻസിൻ്റെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഇസ്ലാമിക കുടിയേറ്റക്കാരെ കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ സ്പെയിനും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പ്രിക്കോഷൻ എന്ന രീതിയിലാണ്, അതായത് ഇത്തരത്തിൽ സ്പെയിനിലേക്ക് കുടിയേറിയ ആൾക്കാർ നാളെ ഷെങ്കൻ വിസ ഉപയോഗിച്ചിട്ട് സ്പാനിഷ് ഗവൺമെൻറ് ഇവർക്ക് പൗരത്വം കൊടുത്തു കഴിഞ്ഞാൽ, അതായത് യൂറോപ്യൻ യൂണിയൻ്റെ പല രാജ്യങ്ങൾക്കും ഇവർക്ക് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ ഫ്രാൻസ് ഓൾറെഡി അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സ്പെയിനിൻ്റെ അയൽരാജ്യമായ ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ കടുത്ത നിലപാടുമായിട്ട് സ്പെയിനിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ്, ഒരു ലെഫ്റ്റ്, ഒരു ഐഡിയോളജി ഉള്ള ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ അവിടെ സ്പെയിൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് അനുകൂലമായി കൊണ്ട് തന്നെയാണ് സ്പാനിഷ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഒരു വിധി പുറപ്പെടുവിച്ചത്. അതായത് കടൽ മാർഗം വന്ന അഭയാർത്ഥികൾക്ക് ആരും തിരിച്ചയക്കാൻ പറ്റില്ല, നേരെ മറിച്ച് കരമാർഗമാണ് ഇവർ വന്നതെങ്കിൽ ഇവരെ തിരിച്ചയക്കാമെന്നാണ് സ്പാനിഷ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സുപ്രീം കോടതി വിധി വന്നതിൻ്റെ തൊട്ട് പിറകെ തന്നെയാണ് ഇറ്റലിയൻ പ്രധാനമന്ത്രി മെലോണി പറഞ്ഞത് സ്പെയിനിൽ ഒരാൾ പോലും ഇനി ഇറ്റലിയിൽ കാലുകുത്തരുതെന്ന്. അപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അവിടെ അതിർത്തിയിൽ വലിയ രീതിയിലുള്ള സൈനിക വിന്യാസം നടത്തിയിരിക്കുകയാണ്. 10,000-കണക്കിന് ഡ്രോണുകൾ വിന്യസിച്ചിരിക്കുകയാണ്. ഒരാളും സർക്കാരിൻ്റെ അനുമതിയില്ലാതെ രാജ്യത്ത് പ്രവേശിക്കരുത് എന്നാണ്. അതായത് പ്രത്യേകിച്ച് സ്പെയിനിൽ നിന്ന്. ജർമ്മനി നേരെ മറിച്ച് വലിയ രീതിയിലുള്ള ഇസ്ലാമിക കുടിയേറ്റക്കാരെ കൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ട ഒരു രാജ്യമാണ്. അവരും പറഞ്ഞിരിക്കുകയാണ് സ്പെയിനിൽ നിന്ന് ഇനി കുറച്ച് നാൾ വരെ ഈ ഷെങ്കൻ വിസ വെച്ച് ഒരാൾ പോലും, ഒരു ടൂറിസ്റ്റ് പോലും ഇനി ജർമ്മനിയിൽ വരരുത് എന്നാണ് ജർമ്മനി ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ കുടിയേറ്റക്കാർ മൊറോക്കയിൽ നിന്ന് സ്പെയിനിലേക്ക് സ്യൂട്ട എന്ന് പറയുന്ന കൊളോണിയൽ സിറ്റിയിലേക്കുള്ള കുടിയേറ്റം യൂറോപ്പിനെ മൊത്തം കലുഷിതമാക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതം വലിയ രീതിയിൽ സ്പെയിനിൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യം മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.